1000 रुपया दिया है। 1000 दिया है। 1000। രാഹുൽ ഗാന്ധിയുടെ വോട്ടധികാര യാത്ര ബീഹാറിൽ അടിപൊളിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമുക്കറിയാം അല്ലേ. മോദി കിതയ്ക്കുന്നതും രാഹുൽ കുതിക്കുന്നതും നമ്മൾ കാണുന്നുണ്ട് ബീഹാറിൽ. കഴിഞ്ഞ ദിവസം ബീഹാറിൽ മോദി വന്നിട്ട് മോദിയുടെ പരിപാടിക്ക് ആളില്ല എന്നും പറഞ്ഞ് നമ്മളൊരു വീഡിയോ ഇട്ടിരുന്നു. അതിൻ്റെ താഴത്ത് കുറേ സംഘപരിവാണങ്ങൾ വന്നിട്ട് അങ്ങനെയൊന്നും അല്ല എന്നും പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഒരു ക്ലിപ്പും കൂടെ ഞാൻ താഴത്ത് വെച്ച് തരാം. അതായത് 1000 രൂപ കൊടുത്തിട്ടാണ് നമ്മുടെ മോദിയുടെ പരിപാടിക്ക് ബീഹാറിലോട്ട് ആളെ കൊണ്ടുവന്നതെന്ന് അത് കൊടുത്ത് കിട്ടിയും ആള് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ 1-2 സ്ത്രീകൾ പറയുന്ന ഒരു പോർഷനും കൂടെ വെച്ചിട്ട് നമ്മൾ എന്തുകൊണ്ടാണ് ഇത്തരം യാത്രകളിലോട്ട് ഈ സൗത്ത് ഇന്ത്യയിലുള്ള നേതാക്കളെ, പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാക്കളെയും അതുപോലെ തന്നെ ചീഫ് മിനിസ്റ്റേഴ്സിനെയും കൊണ്ടുപോയിട്ട് എന്തിനാണ് ഈ യാത്രക്ക്, ചെറിയൊരു സംസ്ഥാനമല്ല അവിടേക്ക് എന്തിനാണ് ഈ നാട്ടിൽ നിന്ന് രേവന്ത് റെഡ്ഡിയും അതുപോലെ സ്റ്റാലിനും DK ശിവകുമാറും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നേതാക്കൾ പോകുന്നത് എന്നുള്ളതിനുള്ള ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. ജസ്റ്റ് നിങ്ങളൊന്ന് ഈ പോർഷൻ കണ്ടു നോക്ക്. എന്താണ് അവിടെ നടക്കുന്നത്, ബീഹാറിൽ മോദിയുടെ യാത്രയിൽ നടക്കുന്നത് എന്താണെന്നൊന്ന് കണ്ടു നോക്കുക. कांग्रेस को सरकार होना चाहिए, कांग्रेस नहीं। देख लीजिए टिकट किसका सरकार नहीं है। देखिए कह रहे हैं VIP पास मोदी का लेके आए हैं। 1000 रुपया दिया है। 1000 दिया है। 1000। मोदी घूस ले रहा है, पूरा दे रहा है। इतना चारा घोटाला मोदी किया है। मोदी चारा घोटाला किया है। इनको सुनने आए हैं, देखने आए हैं, क्या करने आए हैं? नहीं कहियो देखे हैं, आज देखने आए हैं। नहीं कहीं देखे थे, क्या देखे थे, खाली देख के चल जाइएगा। क्या कुछ करेंगे। पता होता कि नरेंद्र मोदी का रैली नहीं आते, नहीं आते, गरीब के लोग के कोई सहाय नहीं है तो फिर का मतलब धोखे से बुलाया गया है। കണ്ടല്ലോ, ഇതാണ് അവസ്ഥ. 1000 രൂപ ഒരാൾക്ക് വെച്ചിട്ടൊക്കെ കൊണ്ടുപോകുന്നത്. നേരെ തിരിച്ച് രാഹുലിന്റെ യാത്രക്ക് ആളുകൾ ഒരാളെയും കൂട്ടുന്നില്ല, ഒരാളെയും നിർബന്ധിച്ച് കൊണ്ടുവരുന്നില്ല. ഗ്രാമാന്തരങ്ങളിൽ നിന്ന് ആളുകൾ രാവിലെ പോകുന്ന വഴിയിലോട്ട് തിങ്ങി നിരങ്ങിയ ഇതുപോലെ വലിയൊരു വേദി ഇട്ട്, ഈ പോകുന്ന വഴിയിൽ ചില സ്ഥലങ്ങളിൽ മാത്രമേ അവർ വേദി ഇട്ട് അവിടെ പ്രസംഗിക്കുന്നത്. അതല്ലാണ്ട് തനി റോട്ടിൽ കൂടെ വണ്ടി പോകുമ്പോൾ ആളുകൾ തള്ളി കയറി വരിക പല ഭാഗത്തുനിന്ന്. ലക്ഷക്കണക്കിൽ ആളുകൾ. ആ വീഡിയോ കണ്ട് നമ്മൾ ഞെട്ടിപ്പോവും. പക്ഷെ ഇങ്ങനെയൊക്കെ കണ്ടാലും ഇവന്മാർ വേറെ വല്ല തക്കിടിയും തരികിടിയും കൊണ്ടുവന്നിട്ട് ഇലക്ഷൻ അട്ടിമറിക്കും എന്നുള്ളത് നമ്മൾ പിന്നെ നോക്കേണ്ടി വരും. അതാണ് അവിടുത്തെ ഒരു അവസ്ഥ. പക്ഷേ യാത്രക്ക് ഒരു രക്ഷയിൽ ആളുകൾക്ക് സ്വന്തം, അതായത് ഈ സാധാരണ ഗ്രാമങ്ങളിൽ ബുദ്ധിമുട്ട് ജീവിക്കുന്ന പല ആളുകൾ അവിടെയൊക്കെ, ഈ ആളുകൾക്ക് അവർക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഗവൺമെൻറ്റിലോട്ട് ചെയ്യുന്ന, ടാക്സ് അടയ്ക്കുന്നത് വേറെ, അത് വിട്, അത് ഇവന്മാർ തന്നെ മുക്കിക്കൊണ്ടിരിക്കുകയാണ്. അതല്ലാണ്ട് ഒരു അധികാരം അവർക്കുള്ളത് ഒരു വോട്ട്. ആ വോട്ട് പോലും ഈ വക ചെറ്റകൾ അല്ലെ കള്ള പരിശ നാറികൾ വന്നിട്ട് ഇല്ലാണ്ടാക്കുകയാണല്ലോ എന്ന് ആലോചിച്ചിട്ട് സങ്കടം കൊണ്ട്, അല്ലെങ്കിൽ അവരുടെ ആ പ്രതിഷേധമാണ് അവർ ഈ അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് രാഹുൽ പോകുന്ന വഴിയിലോട്ട് വരുന്ന ജനങ്ങളുടെ അവസ്ഥയാണ് നമ്മൾ ഈ കണ്ടത്. ഇനി എന്തുകൊണ്ടാണ് സൗത്ത് ഇന്ത്യയിലുള്ള ഇത്തരത്തിലുള്ള മുഖ്യമന്ത്രിമാരും മറ്റ് നേതാക്കളെയും അവിടെ കൊണ്ടുപോകുന്നത് നിങ്ങൾ ഏറ്റവും ബേസിക് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, ഈ ബീഹാറിൽ ഇപ്പം നമ്മുടെ നാട്ടിൽ തന്നെ മലയാളികൾ എത്ര പേര്, നമ്മുടെ നാട്ടിലെ കൈപ്പണിക്കാർ, ചെറിയ ജോലിക്കാർ, ഹോട്ടലിൽ കൈക്കോട്ടുകാർ, സെൻട്രിങ്ങിൻ്റെ പണിക്കാർ, നിങ്ങൾ ഏത് നോർമൽ ബ്ലൂ കോളർ ജോബ് എടുത്തോ അത് കംപ്ലീറ്റ് നോർത്ത് ഇന്ത്യൻസ് അല്ലേ. അപ്പോൾ അവിടുത്തെ ആൾക്കാരുടെ ബുദ്ധിമുട്ടാണ്. ഈ നോർത്ത് ഇന്ത്യയിൽ ഒരു മലയാളിയിൽ നിങ്ങൾക്ക്, അതായത് ഓഫീസുകളിലും BPOയിലും അല്ലെങ്കിൽ MNCകളിലൊക്കെ വർക്ക് അല്ലാത്ത ഇത്തരത്തിലുള്ള നോർമൽ ജോലിയൊന്നും ഒരു മനുഷ്യനെ കാണില്ല. മലയാളികൾക്ക് അവിടെ പോയി അത് ചെയ്യേണ്ട കാര്യമില്ല. അവരല്ലാത്ത ജോലിക്ക് അവിടെ പോകുന്നുണ്ട്. അല്ല, നമ്മുടെ നാട്ടിൽ ഈ സാധാരണ ജോലി ചെയ്യാൻ ഈ നാട്ടിലെ ആളുകൾ വന്നിട്ട് ജോലി ചെയ്യുന്നതിന് കാരണം എന്താണോ, നല്ല വേതനം കിട്ടും. ആ വേതനം കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ജീവിക്കാൻ പറ്റും. അവരെ നാട്ടിൽ ഒരു തേങ്ങയും ഒരു ഇതും കിട്ടൂല എന്നുള്ളത് കൊണ്ടാണ് ആ പാവങ്ങൾ ഇവിടെ വന്നിട്ട് ഏത് ജോലിയും ചെയ്യുന്നത്. അത് അവിടുത്തെ പട്ടിണി അല്ലെങ്കിൽ അവിടുത്തെ തൊഴിലില്ലായ്മയുടെ അവസ്ഥയാണ് ആ കാണിച്ചു തരുന്നത് നമുക്ക്. ആ നാട്ടിൽ സാധാരണ ജോലി അവിടെ വേറെ ഒന്നുമില്ല. ബീഹാറിലും ഇവിടെയൊന്നും IT കാര്യങ്ങളും ഒരു തേങ്ങയില്ല. അവിടെ കുറച്ച് കൃഷിയും കാര്യങ്ങളും ഉള്ളത്. അത് ചെയ്താൽ പോലും അതിൽ നിന്ന് മാക്സിമം ഏറ്റവും ലോവസ്റ്റ്, ഏറ്റവും താഴ്വിലയിൽ സാധനങ്ങൾ എടുത്തുകൊണ്ട് മുതലാളിമാർ അവിടെ പൈസ ഉണ്ടാക്കും. മുതലാളി ഇന്നും അവിടെ പൈസ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. കഴിഞ്ഞ ദിവസം അസാമിൽ നിങ്ങൾ കണ്ടില്ലായിരുന്നോ, നമ്മൾ അദാനിക്ക് ചാർത്തി കൊടുത്ത ഭൂമിയുടെ കണക്ക് ഒരു ജഡ്ജ് പറയുന്നൊരു വീഡിയോ ഒക്കെ വന്നിരുന്നു. അതാണ് അവിടുത്തെ അവസ്ഥ. അവിടെ മൊത്തം മുതലാളിമാർക്ക് വിറ്റുകൊണ്ടിരിക്കുകയാണ് ഈ NDA BJP സംഘ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം. അപ്പോൾ അവിടുത്തെ ഇപ്പം ഞാൻ സൈഡിലൊരു വെച്ചില്ല, നമ്മുടെ നാട്ടിലെ പോവർട്ടിയുടെ ഒരു അവസ്ഥയുണ്ട്. ഞങ്ങൾ സൈഡിൽ വെച്ച് നിങ്ങൾ നോക്ക്. ഫസ്റ്റ് വരുന്ന സംസ്ഥാനങ്ങൾ ബീഹാർ, മേഘാലയ, ജാർഖണ്ഡ്, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ആസാം, ഛത്തീസ്ഗഡ്, ത്രിപുര, ഒഡീഷ, രാജസ്ഥാൻ, അരുണാചൽ, ഇങ്ങനെ വരുന്നത്. ഇതിൽ നിങ്ങൾ നോക്കി, നിങ്ങൾ ആ ഫസ്റ്റ് 10 സ്ഥാനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ 8 BJP ഭരിക്കുന്ന സ്ഥലങ്ങളാണ് വർഷങ്ങളായിട്ട്.
പിന്നെ നിങ്ങൾ താഴോട്ട് വന്നു കഴിഞ്ഞാൽ അവസാനത്തെ കുറച്ച് ഭാഗങ്ങൾ നോക്കുക. അവസാനത്തെ കുറച്ച് ഭാഗങ്ങൾ നിങ്ങൾ എടുത്തു നോക്ക്. ഏറ്റവും ലാസ്റ്റ് വരുന്നത് ഗോവ, അതിൻ്റെ മേലെ കേരള, അതിൻ്റെ മേലെ തമിഴ്നാട്, പിന്നെ തെലങ്കാന, അങ്ങനെ പോകുന്നു. ആ ഭാഗങ്ങളിൽ നമ്മുടെ ഇന്ത്യ മുന്നണി ഭരിക്കുന്ന സ്ഥലങ്ങളാണ്. ഗോവ എന്നുള്ള ഒരു കേന്ദ്രഭരണ പ്രദേശം അതങ്ങ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇവിടുത്തെ പട്ടിണിയുടെ നിരക്കും മേലുള്ള ബീഹാറും അതുപോലെ തന്നെ ജാർഖണ്ഡും ഉത്തർപ്രദേശും മധ്യപ്രദേശും അസാമും ഛത്തീസ്ഗഡിൻ്റെയൊക്കെ അവസ്ഥ നിങ്ങൾ നോക്കിക്കുക. എന്താണ് അവസ്ഥ എന്നുള്ളത്. ഇതാണ് ഈ രണ്ടിൻ്റെ ഡിഫറൻസ്. ഇതിൻ്റെ ടോട്ടൽ ഒരു വേരിയേഷൻ എടുത്തു കഴിഞ്ഞാൽ 80% BJP ഭരിക്കുന്ന സ്ഥലങ്ങളിൽ പട്ടിണി പാവങ്ങളാണ്. അവിടെ ബാക്കി വരുന്ന ഈ സ്ഥലങ്ങളിൽ 60, 70, 80% മുതലാളിമാർക്കാണ് അവിടുത്തെ പൈസ മൊത്തം കിട്ടുന്നത്. ബാക്കിയുള്ളത് കംപ്ലീറ്റ് പട്ടിണി പാവങ്ങൾ കഷ്ടപ്പെട്ട് അവിടുന്ന് നമ്മുടെ നാട്ടിലൊക്കെ വന്നിട്ട്, പ്രത്യേകിച്ച് തമിഴ്നാട്ടിലും കേരളത്തിലും കർണാടകയിലും ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ വന്നിട്ട് ആന്ധ്രാപ്രദേശിൽ വന്നിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം അവർക്കറിയാം നമ്മുടെ നാട് എത്ര സുഖത്തിലും ഈ നാട്ടിൽ എത്ര ബുദ്ധിമുട്ടില്ലാണ്ടാണ്, ഇവിടുത്തെ പട്ടിണി ഇല്ലാണ്ടാണ് നമ്മുടെ സൗത്ത് ഇന്ത്യൻ അല്ലെങ്കിൽ ഈ ഇന്ത്യ മുന്നണി കോൺഗ്രസ് ഭരിക്കുന്ന സ്ഥലങ്ങൾ മുന്നോട്ട് പോകണം, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ സഖ്യകക്ഷികൾ ഭരിക്കുന്ന സ്ഥലങ്ങൾ മുന്നോട്ട് പോകണമെന്ന് വ്യക്തമായിട്ട് ഇവർക്കറിയാം. അപ്പം ഇവിടുത്തെ നേതാക്കൾ അവിടെ പോയിട്ട് സംസാരിക്കുമ്പോൾ അവിടുത്തെ ആളുകൾക്ക് കൂടുതൽ അവർ ഓക്കെ ഇതുപോലത്തെ ഒരു ഭരണം ഞങ്ങളുടെ ഇവിടെയും വരട്ടെ, ഇത്രയും കാലം ഞങ്ങളെ പറ്റിച്ച് ഇല്ലാത്ത രാമജന്മഭൂമിയെന്നും അല്ലെങ്കിൽ മറ്റ് പല ശ്രീരാമൻ്റെ പേരിലും ഹനുമാൻ്റെ പേരിലും ഹിന്ദുത്വയുടെ പേരിലും പശുവിൻ്റെ പേരിലും ഒക്കെ വോട്ട് പിടിച്ച് ഇവന്മാർ ഞങ്ങളെ പറ്റിച്ചു ഇത്രയും കാലം. ഈ വിശ്വാസത്തിൻ്റെ പേരിൽ, അന്ധവിശ്വാസത്തിൻ്റെ പേരിൽ ഞങ്ങളെ വോട്ട് പറഞ്ഞ് പറ്റിച്ചു. ഇനിയെങ്കിലും ഈ സംസ്ഥാനങ്ങൾ ഞങ്ങൾ പോയി ജോലി ചെയ്യുന്ന, ഞങ്ങൾക്ക് കാശ് തരുന്ന സംസ്ഥാനങ്ങളിൽ ഭരിക്കുന്ന നേതാക്കൾ ഈ പറഞ്ഞ കോൺഗ്രസിൻ്റെ ആൾക്കാരാണ്. അപ്പോൾ ആ ഒരു രീതിയിലുള്ളൊരു ഭരണം ഞങ്ങളെവിടെയും വരട്ടെ, വന്നിട്ട് ഞങ്ങൾക്കൊന്ന് മെച്ചപ്പെടട്ടെ എന്നുള്ള തോന്നൽ വരണം എന്നുള്ള ഒരു വലിയ ഒരു കാര്യം അതിലുണ്ട്. അതിനുള്ള മെയിൻ ഉദാഹരണം അതുകൊണ്ടാണ് ഇവിടുത്തെ ആൾക്കാർ, അവർക്കറിയാം അവിടുത്തെ സാധാരണ ഈ ഗ്രാമങ്ങളിൽ അവിടുന്ന് നമ്മുടെ നാട്ടിൽ വന്ന് ജോലി ചെയ്യുന്ന ആൾക്കാർക്കറിയാം നമ്മുടെ നാട് എത്രത്തോളം സുഖത്തിലാണ് ഇവർ വന്ന് ജോലി ചെയ്ത് തിരിച്ചു പോകുന്നത് എന്നുള്ള ടൈം എന്ത് നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അതിൻ്റെ ഒരു ഡിഫറൻസ് ആ നാടും ഈ നാടും തമ്മിൽ നല്ല പോലെ ഇവർക്കറിയാം. അതുകൊണ്ടാണ് ഇവിടുന്ന് ഹിന്ദി പോലും അറിയുന്നില്ല. സ്റ്റാലിൻ അവിടെ പോയിട്ട് തമിഴിലാണ് സംസാരിച്ച്. രേവന്ത് റെഡ്ഡിക്ക് ഹിന്ദി അത്ര ഫ്ലുവൻ്റ് ഒന്നുമില്ല. ഇപ്പം DK ശിവകുമാർ കുറച്ചുകൂടെ ഒക്കെ സംസാരിക്കുന്നുണ്ട്. അതല്ലാണ്ട് ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ പിണറായി പിന്നെ ഇത്രയും പ്രായമായി പുള്ളിക്ക് അവിടെ പോയിട്ട് സംസാരിക്കാനും വയ്യാത്തത് കൊണ്ട് മാത്രമാണ് പുള്ളിനെ അങ്ങോട്ട് വിളിച്ചിട്ടും പുള്ളി അവിടെ പോവാതിരിക്കുന്നത്. ആ ഒരു കാരണമുള്ളത് കൊണ്ടാണ് അവിടേക്ക് പോയിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ സംസാരിക്കാത്തത്. അപ്പം എന്നാലും അവിടെ പോയിട്ട് ഇവർ ഈ ഒരു ബൂസ്റ്റ് കൊടുക്കുന്ന, അല്ലെങ്കിൽ ഇവർ ചെല്ലുമ്പോൾ അവിടെ വീണ്ടും ആളുകളുടെ കൂടുതൽ ആളുകൾ വന്നുകൊണ്ടിരിക്കുക. ഇവിടുത്തെ സ്റ്റേറ്റിൻ്റെ മിനിസ്റ്റേഴ്സ് അവിടെ പോയി സംസാരിക്കുമ്പോൾ നേതാക്കൾ അവിടെ പോയി സംസാരിക്കുമ്പോൾ ആളുകൾ ഒഴുകിക്കൊണ്ടിരിക്കുക. അപ്പോൾ അവർക്ക് മനസ്സിലായി ഓക്കെ നമ്മുടെ കേരളം പോലെ അല്ലെങ്കിൽ തമിഴ്നാട് പോലെ അല്ലെങ്കിൽ എന്താ പറയുക തെലുങ്കാന പോലെ ആവണം എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടെ വോട്ട് മാറ്റി, അല്ലെങ്കിൽ ഇനിയും കള്ളവോട്ട് ചെയ്യുന്നത് അതിപ്പോൾ നമുക്കൊന്നും ചെയ്യാം. അത് ഇപ്പം ഇലക്ഷൻ കമ്മീഷൻ വരെ അവരെ താങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതല്ലാതെ അവിടെ അല്ലാണ്ട് ഇപ്പോഴും അറിയാണ്ട് വോട്ട് BJPക്ക് കുത്തിപ്പോകുന്ന NDA സഖ്യത്തിനും സർക്കാരിനും കുത്തിപ്പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇനിയെങ്കിലും അവർ തിരിച്ചറിയട്ടെ അതല്ല ജീവിതം. ഈ NDA അല്ലെങ്കിൽ ഈ BJP നിങ്ങൾക്ക് പറഞ്ഞ് നിങ്ങളുടെ തലയിൽ കയറ്റി വെച്ചിട്ടുള്ളതല്ല ലൈഫ്. നമ്മൾ ജീവിക്കുന്ന കുറച്ച് കാലം സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കണമെങ്കിൽ ഈ തലയിൽ ഇമ്മാതിരി വർഗീയതയും പിടിച്ചിട്ട് മുന്നോട്ട് പോയിട്ട് കാര്യമില്ല എന്നുള്ളൊരു തോന്നൽ അവർക്ക് ഉണ്ടാവാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ പറഞ്ഞ ആളുകൾ അവിടെ കൊണ്ട് പ്രസംഗിപ്പിക്കുന്നതും സംസാരിപ്പിക്കുന്നതും, അല്ലെങ്കിൽ അത് വോട്ടാക്കി കൺവേർട്ട് ചെയ്യാൻ ഒരുപാട് ചാൻസസ് ഹൈ ആയതുകൊണ്ട് തന്നെയാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത്. അപ്പം ഈ നാടിൻ്റെ അവസ്ഥകൾ വളരെ പരിതാപകരം. ബീഹാറാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പോവർട്ടി ഉള്ള സ്ഥലം. 35-40% ആൾക്കാർ ഇപ്പോൾ അവിടെ ഒരു നേരം ഭക്ഷണം ഇല്ലാത്ത ആൾക്കാരാണ്. അവിടുത്തെ മിനിമം വേതനം എന്ന് പറഞ്ഞാലല്ലോ, അവിടുത്തെ പെർ ക്യാപിറ്റ GDP എടുത്ത് ആ സ്റ്റേറ്റ് GDP എടുത്ത് നോക്കിക്കഴിഞ്ഞാലല്ലോ 20-30 രൂപയ്ക്ക് ഒരാളുടെ വേതനമായിട്ട് കാണുന്നത്, കൂലിയായിട്ട് കാണുന്നത്. അവിടുത്തെ 80% ആൾക്കാർ അവസ്ഥ 60% ആൾക്കാർ അവസ്ഥ എങ്ങനെ? ബാക്കി കുറച്ച് പേരുണ്ട് ഒരു മിഡിൽ ക്ലാസ്സിൽ നിൽക്കുന്ന, ബാക്കി ഹൈ ക്ലാസ്സിൽ നിൽക്കുന്ന, നമ്മുടെ മോദിയുടെ വാലറ്റം തൂങ്ങി നടക്കുന്ന കുറച്ച് മുതലാളിമാരും ഉള്ള സ്ഥലം അവിടെയൊക്കെ. അപ്പോൾ ഇത് ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഈ ഒരു യാത്രയിൽ കൂടെ പുറത്തോട്ട് വരുന്നുണ്ട്. മറ്റ് സ്ഥലങ്ങളിൽ അത് ആൾക്കാർക്ക് മനസ്സിലായി തുടങ്ങുന്നുണ്ട്. ഓക്കെ ഈ യാത്രയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ വെറുതെ മോദി വോട്ട് കെട്ടു എന്നുള്ളത് മാത്രമല്ല, ആൾക്കാർക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാനും കൂടി വേണ്ടിയിട്ടാണ് ഈ ഒരു യാത്ര ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ സ്റ്റേറ്റിലും പോകണം. ഇങ്ങനെ പിന്നോക്കം നിൽക്കുന്ന സ്റ്റേറ്റുകളിലൊക്കെ ഇതുപോലത്തെ ഒരു യാത്ര സംഘടിപ്പിച്ച് യഥാർത്ഥത്തിൽ നടക്കുന്ന അവസ്ഥ ഭാരത് ജോഡോ 1, 2 നമ്മൾ കണ്ടു. ഇത് അതിനേക്കാൾ ലക്ഷക്കണക്കിൽ ആളുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊരു കണ്ടിന്യൂസ് ആയി പോയി കഴിഞ്ഞാൽ കുറേയും കൂടെ ആളുകൾ ബോധവൽക്കരിക്കപ്പെടും. എന്താണ് നാട്ടിൽ നടക്കുന്നത്, എന്താണ് ഞങ്ങളുടെ ഇന്ത്യയിൽ ഞങ്ങളൊക്കെ ഇവിടെ ജീവിച്ച് ടാക്സും കൂടെ ചത്തുപോകാന്നല്ലാണ്ട് വേറെ ഒരു കാര്യം ഞങ്ങൾക്ക് ഇവിടെ കിട്ടുന്നില്ലല്ലോ എന്നുള്ള തോന്നൽ ഈ പാവങ്ങൾക്ക് അല്ലെങ്കിൽ ആർക്കും
അതല്ല രാജ്യം, അതല്ല ഞങ്ങൾക്ക് വേണ്ടതല്ല ഞങ്ങളുടെ അവകാശം, ഞങ്ങൾ കൊടുക്കുന്ന വോട്ടിന് ഞങ്ങൾ പൈസ കൊടുത്ത് ഉണ്ടാക്കിയിട്ടുള്ള ഈ നേതാക്കൾ ഞങ്ങൾക്ക് ഇതല്ല ചെയ്തു തരേണ്ടത് എന്നുള്ള തോന്നൽ വരുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു യാത്രയിൽ കൂടെ മെയിനായിട്ട് ഇവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏതാണെങ്കിലും സംഭവം അടിപൊളിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അതിനുള്ള റിസൾട്ട് ഇനി അവിടുത്തെ ഇലക്ഷനും കൂടെ വരട്ടെ. അതിൽ വേറെ കൈകടത്തും വേറെ കാര്യങ്ങളൊന്നും ചെയ്യാണ്ടിരിക്കട്ടെ ഈ കള്ളക്കൂട്ടം.